നമസ്കാരം. തെരഞ്ഞെടുപ്പ് വിജയങ്ങളെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? വലിയ തരംഗങ്ങൾ, വലിയ നേതാക്കന്മാർ, അല്ലേ? എന്നാൽ യഥാർത്ഥ രാഷ്ട്രീയം, അതിന്റെ ഹൃദയമിടിപ്പ് ഒളിഞ്ഞിരിക്കുന്നത് ഓരോ നിയോജകമണ്ഡലത്തിലെയും ചെറിയ ചെറിയ കണക്കുകളിലാണ്. ഇന്ന് നമ്മൾ അങ്ങനെയൊരു മണ്ഡലത്തിലേക്ക്, ഉടുമ്പൻചോലയിലേക്ക് സൂക്ഷ്മമായി നോക്കാൻ പോവുകയാണ്. തലക്കെട്ടുകൾക്കപ്പുറം ഡേറ്റ ഉപയോഗിച്ച് ഒരു ഭരണമാറ്റം സാധ്യമാണോ? നമുക്ക് പരിശോധിക്കാം. നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലേക്കാണ്. മലനിരകളാൽ ചുറ്റപ്പെട്ട ഏലവും തേയിലയും വിളയുന്ന കേരളത്തിന്റെ ഹൈറേഞ്ച് മേഖല. ഇതാണ് ഉടുമ്പൻചോല. ഇവിടത്തെ മണ്ണിനും കാറ്റിനും മഴയ്ക്കും പോലും പറയാൻ ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം ഇവിടത്തെ ജനങ്ങളുടെ ജീവിതം അത്രത്തോളം ഈ ഭൂപ്രകൃതിയുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. 38,000 ഒരു ചെറിയ സംഖ്യയല്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു മാർജിനിൽ പരാജയപ്പെട്ട ഒരു മണ്ഡലം എങ്ങനെ തിരിച്ചുപിടിക്കാൻ കഴിയും? ഇതൊരു സാധാരണ രാഷ്ട്രീയ സമസ്യയല്ല, മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ മല പോലെയാണ്. ഇതിന്റെ ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ഈ വിശകലനത്തിലൂടെ ശ്രമിക്കുന്നത്. അപ്പോ ഇങ്ങനെയൊരു വെല്ലുവിളി ഏറ്റെടുക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്താണ്? ആ മണ്ണിനെ അറിയണം, അവിടുത്തെ മനുഷ്യരെ അറിയണം. ഉടുമ്പൻചോലയിലെ ജനങ്ങളുടെ ഹൃദയമിടിപ്പ് എന്താണ് അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ? നമുക്കതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഉടുമ്പൻചോലയിലെ സാധാരണക്കാരോട് സംസാരിച്ചാൽ അവർ എന്തായിരിക്കും പറയുക? അവർ പറയുന്നത് ഇതായിരിക്കും: കുടിക്കാൻ വെള്ളമില്ല, ഉള്ള പൈപ്പാണെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു, ഗ്രാമങ്ങളിലെ റോഡുകളാണെങ്കിൽ തകർന്നു കിടക്കുന്നു, പഠിച്ചിറങ്ങിയ ചെറുപ്പക്കാർക്ക് ജോലിയില്ല, കടയിൽ പോയാൽ എല്ലാത്തിനും പൊള്ളുന്ന വില, കഷ്ടപ്പെട്ട് കൃഷി ചെയ്താൽ അത് കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കുന്നു, പിന്നെ പ്രഖ്യാപിച്ച പല പദ്ധതികളും പാതിവഴിയിൽ നിലച്ചുപോയതിലുള്ള ഒരു മടുപ്പുണ്ട്. ഇവയൊന്നും വെറും പരാതികളല്ല, ഓരോ വീടിന്റെയും ദൈനംദിന യാഥാർത്ഥ്യങ്ങളാണ്. ഈ റിപ്പോർട്ടിലെ ഒരു വാചകം നോക്കൂ: ഞങ്ങളുടെ കുട്ടികളുടെ പ്രഭാതഭക്ഷണ പദ്ധതി നിർത്തിവെച്ചു. 108 ആദിവാസി കുട്ടികൾ വിശന്നിരിക്കുകയാണ്. ഇതൊരു റിപ്പോർട്ട് മാത്രമല്ല, ഭരണത്തിലെ വീഴ്ചകൾ സാധാരണ ജീവിതങ്ങളെ എത്ര ആഴത്തിൽ ബാധിക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണിത്. ഈ ക്ഷേമ പദ്ധതികളോടുള്ള മടുപ്പ് എന്നത് വെറുമൊരു വാക്കല്ല, അത് വിശക്കുന്ന കുട്ടികളുടെ നിസ്സഹായതയാണ്. നമ്മുടെ ഭരണഘടന ഓരോ പൗരനും ഉറപ്പു നൽകുന്ന അന്തസ്സും ഘനതയും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഉത്തരവാദിത്വത്തോടെയുള്ള പൊതുപ്രവർത്തനം എന്നത് ഇത്തരം അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോ ജനങ്ങളുടെ ഈ വേദനകളും ആവശ്യങ്ങളുമെല്ലാം നമ്മൾ കണ്ടു. ഇനി ഇത് തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളിൽ, ആ നമ്പറുകളിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? നമുക്ക് ഉടുമ്പൻചോലയുടെ പൊളിറ്റിക്കൽ ഡാഷ്ബോർഡ് എന്ന് തുറന്നു നോക്കാം. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ജനസംഖ്യയാണ്. ഏകദേശം തുല്യമായ എണ്ണത്തിൽ ഹിന്ദു, ക്രിസ്ത്യൻ സമുദായങ്ങൾ. ഒന്നു നോക്കൂ, ഹിന്ദുക്കൾ 48.1%, ക്രിസ്ത്യാനികൾ 48.3%. ഏതാണ്ടൊരു തുലാസ് പോലെ. ഈയൊരു സന്തുലിതാവസ്ഥ കാരണം ചെറിയ വോട്ട് വ്യതിയാനങ്ങൾ പോലും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. ഇനി വോട്ട് വിഹിതത്തിന്റെ ചരിത്രം നോക്കാം. 2016 CPIMും കോൺഗ്രസും തമ്മിൽ ശക്തമായ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. എന്നാൽ 2021 വന്നപ്പോൾ എന്ത് സംഭവിച്ചു? CPIM വോട്ട് വിഹിതം 61.8% കുതിച്ചുയർന്നു. അതേസമയം കോൺഗ്രസിന്റേത് 31.2% താഴ്ന്നു. ഈ ഭീമമായ മാറ്റമാണ് നമ്മൾ നേരിടുന്ന യഥാർത്ഥ വെല്ലുവിളി. 74%. ഇവിടുത്തെ ശരാശരി പോളിംഗ് ശതമാനമാണിത്. ഇതിനെ ഒരു വെറും നമ്പറായിട്ട് കാണരുത്. ഇതിനർത്ഥം ഉടുമ്പൻചോലയിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്നവരാണ് എന്നാണ്. തങ്ങളുടെ ശബ്ദം കേൾക്കണമെന്നും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം വേണമെന്നും അവർ ശക്തമായി ആഗ്രഹിക്കുന്നു. ഇനി നമുക്ക് മണ്ഡലത്തിലെ നിലവിലെ അധികാര കേന്ദ്രത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. സിറ്റിംഗ് MLAയുടെ ശക്തി എന്താണ്? അദ്ദേഹത്തിന്റെ കോട്ട എവിടെയാണ് പണിതുയർത്തിയിരിക്കുന്നത്? അതേസമയം എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ദൗർബല്യങ്ങൾ? ഒരു വശത്തു നോക്കിയാൽ സിറ്റിംഗ് MLA MM മണി വളരെ ശക്തനായ ഒരു നേതാവാണ്. അദ്ദേഹം മുൻ മന്ത്രിയാണ്, കുടിയേറ്റ കർഷകരുടെ ശബ്ദമായി അറിയപ്പെടുന്നു, ശക്തമായ പാർട്ടി കേഡർ. ഇവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ കോട്ടയുടെ അടിസ്ഥാനം. എന്നാൽ മറുവശത്ത് ചില ദൗർബല്യങ്ങളുമുണ്ട്. അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ വിവാദങ്ങളുണ്ടാക്കുന്നു. ചിലപ്പോൾ സ്വന്തം ഉദ്യോഗസ്ഥരുമായി പോലും പരസ്യമായ തർക്കങ്ങളുണ്ടാകുന്നു. ഇവിടെയാണൊരു രാഷ്ട്രീയ അവസരം ഒളിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജനകീയതയും ഭരണത്തിലെ പൊരുത്തക്കേടുകളും തമ്മിലുള്ള ഈ വൈരുദ്ധ്യത്തിലാണത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം: ഇത്തരം വിശകലനങ്ങൾക്കായി ഡേറ്റ ഉപയോഗിക്കുമ്പോൾ വ്യക്തികളുടെ സ്വകാര്യതയെ മാനിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ പ്രകാരം സമ്മതമില്ലാതെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുന്നതും ഉപയോഗിക്കുന്നതും നിയമപരമായി ശരിയല്ല. അപ്പോ ഈ ശക്തിയെയും ദൗർബല്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയൊരു പുതിയ വഴി കണ്ടെത്താം?
സിറ്റിംഗ് എംഎൽഎയെ വെല്ലുവിളിക്കാനും അതിലുപരി മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനും കഴിയുന്ന ഒരു തന്ത്രപരമായ രൂപരേഖയിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. ഏതൊരു സങ്കീർണമായ തന്ത്രത്തിനും എളുപ്പത്തിൽ ഓർത്തിരിക്കാനും ആശയവിനിമയം ചെയ്യാനും പറ്റുന്ന ഒരു പേര് വേണം. ഇവിടെ നമ്മൾ ആ തന്ത്രത്തെ വിളിക്കുന്നത് ചതുർമുഖ സിദ്ധാന്തം എന്നാണ്. ഇത് പ്രവർത്തകർക്ക് മനസ്സിലാക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും എളുപ്പമാക്കുന്നു. അപ്പോൾ എന്താണ് ഈ ചതുർമുഖ സിദ്ധാന്തം? ഇതിന് 4 മുഖങ്ങളുണ്ട്. 1. ശിവനെപ്പോലെ ആക്രമിക്കുക, അതായത് സിറ്റിംഗ് എംഎൽഎയുടെ ദൗർബല്യങ്ങളെയും ഭരണത്തിലെ പിഴവുകളെയും തുറന്നു കാട്ടുക. 2. വിഷ്ണുവിനെപ്പോലെ സംരക്ഷിക്കുക, അതായത് സുസ്ഥിരവും വിശ്വസനീയവുമായ ഒരു ഭരണം ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുക. 3. ബ്രഹ്മാവിനെപ്പോലെ സൃഷ്ടിക്കുക, അതായത് മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്ക് നൂതനമായ പുതിയ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക. 4. ദുർഗയെപ്പോലെ കാവലാളാകുക, അതായത് സമൂഹത്തിലെ ദുർബലർക്ക് സംരക്ഷണം നൽകുക, മുടങ്ങിപ്പോയ ക്ഷേമപദ്ധതികൾ പുനഃസ്ഥാപിക്കുക. ഈ 4 ശക്തികളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഈ തന്ത്രം പൂർണ്ണമാകുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് വരുന്നത്. ഈ പറഞ്ഞ തന്ത്രവും നമ്മൾ ഈ വിശകലനത്തിന്റെ തുടക്കത്തിൽ കേട്ട ജനങ്ങളുടെ പ്രശ്നങ്ങളും തമ്മിൽ എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? ഡേറ്റയെ എങ്ങനെ യഥാർത്ഥ ഭരണമാക്കി മാറ്റാം? നമ്മുടെ ഓർമ്മയിലുണ്ടോ ആ വിശന്നിരുന്ന 108 ആദിവാസി കുട്ടികളുടെ കാര്യം? ഈ രൂപരേഖയിലെ ദുർഗ എന്ന ഭാഗം അതിന് നേരിട്ടുള്ള ഉത്തരമാണ്. ആദിവാസി വിദ്യാർത്ഥികളുടെ പ്രഭാത ഭക്ഷണ പദ്ധതി ഉടൻ പുനഃസ്ഥാപിക്കുക, ആദിവാസി മേഖലകളിൽ ആരോഗ്യ ഇൻഷുറൻസ് വ്യാപിപ്പിക്കുക. ഇത് കേവലം തിരഞ്ഞെടുപ്പ് വാഗ്ദാനമല്ല, ജനങ്ങളുടെ വേദനയോടുള്ള കൃത്യമായ ഒരു പ്രതികരണമാണ്. അതുപോലെ തന്നെ റോഡും വെള്ളവും ജനങ്ങളുടെ ഏറ്റവും വലിയ പരാതികൾ. നെടുങ്കണ്ടം, ശാന്തൻപാറ എന്നിവിടങ്ങളിലെ പ്രധാന റോഡുകൾ ടാർ ചെയ്യുക, മുടങ്ങിക്കിടക്കുന്ന KWA ജലപദ്ധതികൾ വേഗത്തിലാക്കുക, തകരാറിലായ ട്രാൻസ്ഫോർമറുകൾ നന്നാക്കുക. ഇവയെല്ലാം ഭരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ദൃശ്യമായ തെളിവുകളായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ രൂപരേഖയുടെ കാതൽ ഇതാണ്. ഡേറ്റയിലൂടെ നമ്മൾ കണ്ടെത്തിയ ഓരോ പ്രശ്നത്തിനും ഈ പദ്ധതിയിൽ കൃത്യമായ പ്രവർത്തനക്ഷമമായ ഒരു മറുപടിയുണ്ട്. ഇത് ഭാവനയിൽ മെനഞ്ഞെടുത്തൊരു പദ്ധതിയല്ല, മറിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് നേരിട്ട് രൂപപ്പെടുത്തിയ ഒന്നാണ്. പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട്. കടലാസിൽ തയ്യാറാക്കിയ കുറ്റമറ്റൊരു രൂപരേഖ മാത്രം മതിയോ 38,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തെ മറികടക്കാൻ? ഒരു പക്ഷേയില്ല. തന്ത്രങ്ങൾ എത്ര മികച്ചതാണെങ്കിലും അത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തുന്നു, അവരുടെ ഹൃദയത്തിൽ എങ്ങനെ തൊടുന്നു എന്നതിലാണ് യഥാർത്ഥ വിജയം. ഈ വിശകലനം ഒരു വഴികാട്ടൽ മാത്രമാണ്. ജനങ്ങളെ കേന്ദ്രീകരിച്ച് അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai അല്ലെങ്കിൽ 08042041602 എന്ന നമ്പറിൽ വിളിക്കുക. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.